ഹായ് ഗൈസ്, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്നാൽ പലപ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കാറില്ല. അപ്പോഴാണ് ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിസം അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ. എന്നാൽ എന്താന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയില്ല അല്ലേ? നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളൊന്ന് എഴുതുന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിസം. അതെല്ലാം ഒന്ന് ഓർത്ത് അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ അർഹിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. എന്നാൽ പലപ്പോഴും അതിന് മുകളിലേക്ക് പല പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ജീവിതത്തിലെ ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ട് അത് നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ തോന്നും നന്ദി പറയേ, എന്തിനാണ്, അതിനെന്താണ് ഇപ്പോൾ ലൈഫിൽ മാറ്റം വരുത്താൻ തോന്നുക കഴിയാന്നൊക്കെ. പക്ഷേ തീർച്ചയായിട്ടും കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദിവസം ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ നന്ദി പറയാനായിട്ട് തോന്നുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും. ചെറിയ സന്തോഷങ്ങളൊക്കെ ലൈഫിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ മാറ്റാനും നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ഇതുകൊണ്ട്. അങ്ങനെ അത് കാരണം നമ്മൾ എത്രമാത്രം ലൈഫിൽ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്നും പരാതികളായിരിക്കും നമ്മുടെ ഓരോ സങ്കടങ്ങളൊക്കെ ആലോചിച്ചിട്ട്. എന്നാലും ഒന്ന് എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തോരം ഭാഗ്യങ്ങൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നീട് നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് വെറുതെയെങ്കിലും ആ ബുക്കൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ കിട്ടിയതാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു റിലീഫ് കിട്ടും. ലൈഫിൽ നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ലക്കാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കിൽ ഇത് എഴുതി തുടങ്ങാം. ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കിത് എഴുതാം. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു സാധാ ഒരു ബുക്ക് തന്നെയായിരുന്നു. പിന്നെ റീസെൻ്റ്ലി എനിക്കൊരു ആഗ്രഹം, നല്ല ക്യൂട്ടായിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള പോലത്തെ ഒരു ബുക്ക് അതിനു വേണ്ടി കണ്ടെത്തണമെന്ന്. ഒന്നാമത് എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിലും അങ്ങനെ ഒന്ന് കണ്ടെത്തണം എന്ന് തോന്നി. സോ റീസെൻ്റ്ലി ഞാനും വാങ്ങിച്ചു അതിനു വേണ്ടി ഒരു ബുക്ക്. ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ബുക്ക്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ എഴുതാം. നിങ്ങൾക്ക് തന്നെ സ്വന്തം ഡിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് തുടങ്ങാം. എന്നാൽ എൻ്റെ മനസ്സിന് ഇത് കുറച്ചും കൂടി ഹാപ്പി തരും തോന്നിയോണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നോക്കൂ എന്തൊരു ക്യൂട്ടാണിത് കാണാനായിട്ട് എന്ന്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, എന്തോ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കൊണ്ട് ഒന്നും തെറ്റില്ല. അറിയാത്ത കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വലിയ മാജിക് തന്നെ ലൈഫിൽ കൊണ്ടുവന്നു എന്ന് വരാം. ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ നല്ലതാണോ ചീത്തതാണോ എന്ന്. സോ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും വർക്കൗട്ടാവും. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.